എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 1201 ആണ്ട് കുംഭമാസം 3-ാം തീയതി 17/3/2026 ചൊവ്വാഴ്ചയാണ്. ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈശ്വര ദേവീ പ്രാർത്ഥനയ്ക്കും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കാനുമൊക്കെ ഏറ്റവും ഉചിതമായ ദിവസമാണ്. മണ്ണുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കുവാനും കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കുവാനും ഒക്കെ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നേക്കാമെങ്കിലും ഏറ്റവും അടുത്തവരുമായി തർക്കങ്ങൾ ഉണ്ടാകുകയും കലഹത്തിൽ ചെന്ന് അവസാനിക്കുകയും വലിയ തീരാത്ത പ്രശ്നങ്ങൾ ഭാവിയിൽ വിതയ്ക്കുന്ന രീതിയിലുള്ള സംസാര രീതി ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യസ്ഥിതിയിൽ വലിയ ഗണ്യമായ മാറ്റം കാണുന്നില്ലെങ്കിലും വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒടിവച്ചതവും മുറിവൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഏഴര ശനിക്കാലമായതുകൊണ്ട് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായി കാണുന്നു. തൊഴിൽപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തിക ഇടപാടുകളിൽ ചില സംശയങ്ങൾക്കൊക്കെ ഇടവരുത്തുകയും മനപ്രയാസം ഉണ്ടാകുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ദിവസമായിരിക്കുന്നു. ശത്രുക്കളുടെ നേരിട്ടോ അല്ലാതെയുള്ള ആക്രമണത്തിൽ വിധേയരാകാൻ സാധ്യതയുണ്ട്. ആരും ശത്രുക്കളായി ജനിക്കുന്നില്ല. എന്നാൽ സാഹചര്യം കൊണ്ട് നമ്മൾ തുടങ്ങുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് അസ്വസ്ഥത ഉണ്ടായാൽ അവരെ എതിർക്കാൻ സാധ്യതയുണ്ട്. എതിർക്കുന്നവരെ നമ്മൾ ശത്രുക്കളെന്ന് വിളിക്കുന്നു. അതുകൂടാതെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമായിരിക്കും. അഭിനേത്രികൾക്കും അല്ലെങ്കിൽ അഭിനേതാക്കൾക്കും ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിരിക്കും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പടം പിടിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് എന്നതൊഴിച്ചാൽ വേറെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണുന്നില്ല. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന ഏറ്റവും നല്ല ഒരു ദിവസമായിട്ട് കണക്കാക്കാം. ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും സാധിക്കുമെന്ന് ഉറപ്പുവരുന്ന ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർക്ക് വലിയ ഭാഗ്യങ്ങൾ വരുന്നത് കണ്ട് വളരെയധികം സന്തോഷമുണ്ടാകുവാനൊക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ചില അപകടങ്ങൾ ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ഔഷധ സേവ ചെയ്യുന്നവരൊക്കെ കൃത്യമായ രീതിയിൽ ഔഷധ സേവ നടത്തേണ്ടതാണ്. വിവാഹാധികാരികളിൽ തീരുമാനം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. വിവാഹ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇവൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സദ്യ, വട്ടങ്ങൾ കൂട്ടുക, ദഹനം തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. പുതിയ ഓർഡറുകൾ കിട്ടാനോ ഒക്കെ സാധ്യതയുണ്ട്. ബൊട്ടീക്ക് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അതുപോലെയുള്ള ബ്യൂട്ടീഷ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മേക്കപ്പ് തുടങ്ങിയ ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിരിക്കും. അംഗീകാരം ലഭിക്കുവാനും അതേപോലെ സമൂഹത്തിൽ ബഹുമാനം ലഭിക്കുവാനും അവാർഡുകൾ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ചികിത്സാ സമ്പ്രദായം മാറ്റുന്നതുകൊണ്ട് അനുകൂലമായ ആരോഗ്യസ്ഥിതി പ്രതീക്ഷിക്കാവുന്ന ദിവസമായിരിക്കും. എന്നാൽ ലഹരി പദാർത്ഥങ്ങളോ മറ്റോ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, മദ്യപാനശീലമൊക്കെ ഉള്ളവർക്ക് വലിയ അപകടം വരാൻ സാധ്യതയുള്ള ദിവസമാണ്. ചില റിയാക്ഷനുകൾ മൂലം ആപത്തുകൾ വളരെയധികം കടുത്തതായി വരാൻ എനിക്ക് സാധ്യതയുണ്ട്. അതുപോലെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ വളരെ 2-3 പ്രാവശ്യം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിലും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിലും ചില കാര്യങ്ങൾ സ്വയമേ ചെയ്യുവാനും സ്വന്തമായ ഹത്യയ്ക്ക് തയ്യാറാകാനുമൊക്കെ വരെ പ്രലോഭിപ്പിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഇന്നത്തെ ദിവസം ആരുമായിട്ടും വളരെയധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കുകയില്ല. കലഹം ഒഴിവാക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. കുട്ടികളുമായി കലഹം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർ സഹായഹസ്തങ്ങളുമായി വന്ന് ചേരാൻ സാധ്യതയുണ്ടെങ്കിലും കമിതാക്കൾക്ക് ഏറ്റവും നിരാശ ഉണ്ടാകുന്ന ദിവസമാണ്. കലഹങ്ങൾ ഉണ്ടാകുകയും തമ്മിൽ പിരിയുകയും വളരെയധികം മനക്ലേശം ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അവിവേകമൊന്നും കാണിക്കാതിരിക്കുക. ഒരു പ്രണയം കൊണ്ടോ
ഒരു പ്രണയപരാജയം കൊണ്ടോ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു മിഷനോടുകൂടി നമ്മൾ വന്നിരിക്കുകയാണ്. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരെ വരുന്ന പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്ത് മുൻപോട്ട് പോവുക. പൂർവ്വജന്മത്തെ കർമ്മഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് എപ്പോഴും മനസ്സിൽ ചിന്തിക്കുക. അതനുഭവിച്ച് നമ്മുടെ ആത്മാവ് ശുദ്ധമാക്കുകയാണ്. അതുകൂടാതെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. ജലവുമായി ബന്ധപ്പെട്ട് എന്ത് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ല അനുകൂലമായിട്ടാണ് കാണുന്നത്. വ്യോമമാർഗവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും പ്രൊമോഷനുകളോ അല്ലെങ്കിൽ സാലറി ഹൈക്കോ ഒക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. ഏറ്റവും അനുകൂലമായ ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുവാൻ പര്യാപ്തതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുകൂടാതെ കാര്യമാത്ര പ്രസക്തമായ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ ഒരു മിഷൻ ഏറ്റെടുക്കുവാനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ഉറ്റ ബന്ധുക്കളിൽ ചിലർക്ക് നല്ല അനുഭവങ്ങൾ വരുന്നതുകൊണ്ട് വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. ആനുകൂല്യങ്ങളും അതേപോലെ സഹായഹസ്തങ്ങളും നമുക്ക് അനുകൂലമായി തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കുമെന്ന്. എല്ലാ കാര്യത്തിലും അത്തരത്തിലൊരു ദിവസമായിരിക്കും. കൂടാതെ കലാകാരന്മാർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. എന്നാൽ നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും നിയമപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പ്രതികൂലമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകുവാൻ അഭിനന്ദനങ്ങൾ ലഭിക്കുവാനുമൊക്കെ സാധ്യതയുള്ള ദിവസമാണെങ്കിൽ കൂടി ഉച്ചയ്ക്ക് ശേഷം ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അധികാര വർഗങ്ങൾക്ക് അല്ലെങ്കിൽ അധികാരം ഉള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ പ്രാധാന്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നടക്കുവാൻ സാധ്യതയുണ്ട്. നടപ്പിലാക്കാനുള്ള അവസരങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതുകൂടാതെ വസ്തുക്കൾ വിൽക്കാനോ വാങ്ങാനോ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. വസ്തു വാങ്ങുകയും വിൽക്കുകയും ചെയ്ത് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളുകൾക്കും ഇന്നത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമായിരിക്കും. കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആദായം ലഭിക്കുന്ന ദിവസമായിരിക്കുമെങ്കിലും ചില കൃഷികൾ, അതായത് നെൽകൃഷി പോലെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ഇന്ന് നഷ്ടം വരുവാൻ സാധ്യതയുണ്ട്. വാഴക്കൃഷി പോലെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. മലഞ്ചരക്ക് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അനുകൂലമായ ദിവസമായിരിക്കുമെന്ന്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുഭവം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. കൂടാതെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായ മറുപടി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അടുത്തായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കുമെന്ന്. കുടുംബത്തിലുള്ള ചില ആളുകളുമായി തീരുമാനിച്ച് നല്ല കാര്യങ്ങൾ നടപ്പിലാക്കുവാനും ക്രയവിക്രയങ്ങൾ നടത്തുവാനുമൊക്കെ ഉതകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു അനുകൂലമായ ദിവസമാണെന്ന്. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും പുതിയ സംഘടനകൾ രൂപീകരിക്കുവാനുമൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ നിയമം മൂലമുള്ള ഭീഷണി നേടുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇത്. അതുപോലെ ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുക അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന കച്ചവടക്കാർക്കൊക്കെ ഇന്നത്തെ ദിവസം വെല്ലുവിളികളുടെ ദിവസമാണ്. പ്രതികൂലമായ ദിവസമായിരിക്കും. ടാക്സൊക്കെ ക്ലിയറായിട്ട് അടയ്ക്കുകയും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അനുകൂലമായിരിക്കും. അടുത്തായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായൊരു ദിവസമായിരിക്കും. തൊഴിൽ സ്ഥാനത്ത് നിന്ന് വളരെയധികം അംഗീകാരം ലഭിക്കുന്ന ദിവസമാണ്. ഉദ്യോഗാർത്ഥികൾക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും. എന്നാൽ തൊഴിൽ രംഗത്ത് ചില പ്രത്യേക തീരുമാനങ്ങൾ വളരെ സംഘർഷം ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. ആരോഗ്യസ്ഥിതിയിൽ വരുന്ന ഗണ്യമായ മാറ്റം കൊണ്ട് മനസ്സിൽ ഉത്സാഹം ഉണ്ടാകുവാനും
അതേപോലെ തൊഴിൽ രംഗത്ത് വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാനും സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർക്ക് വളരെയധികം നല്ല ഒരു സമയം വരുന്നത് കണ്ട് സന്തോഷിക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബ സ്വത്തുക്കൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് നടക്കുന്നതാണ്. അതേപോലെ പുറത്തു നിന്ന് വസ്തു കച്ചവടം നടത്തുവാനും റിയൽ എസ്റ്റേറ്റ് ചെയ്യാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും ഈ വക കാര്യങ്ങൾക്ക്. ഖനിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഖനനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, ലോഹവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. ലോഹനിർമ്മിതമായ വസ്തുക്കൾ കച്ചവടം നടത്തുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാലം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. സന്താനങ്ങൾക്ക് വിദേശ യാത്രയ്ക്കോ വിദേശ പഠനത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക്, അല്ലെങ്കിൽ പുതിയ അഡ്മിഷനോ ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. സ്വന്തമായി തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തീർച്ചയായിട്ടും തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. വിവാഹ കാര്യങ്ങൾ നടക്കുവാനോ വിവാഹ കാര്യങ്ങൾ തീരുമാനമെടുക്കുവാനോ ഒക്കെ സാധ്യതയുണ്ട്. ഇഷ്ടജനങ്ങളെ കണ്ടുമുട്ടുവാനും മറ്റും സാധ്യതയുള്ള ദിവസമായിരിക്കും ഇന്ന്. കമ്മിതാക്കൾക്ക് ഏറ്റവും ഉചിതമായ ഭാഗ്യം വരുന്ന ഒരു ദിവസമായിരിക്കും. തീരുമാനങ്ങളെല്ലാം വളരെ നല്ലതായിട്ട് എടുക്കുവാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണ, വിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾക്കായി വരുന്ന ദിവസമായിരിക്കും ഇന്ന്. അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വസ്ത്രം, ആഭരണം തുടങ്ങിയ വസ്തുക്കൾ സമ്മാനമായി ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ദൂരദേശത്തിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ കേസും വഴക്കുമായിട്ട് മുൻപോട്ട് പോകുന്നവർക്ക് അതിലൊക്കെ പ്രതികൂലമായ മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. നിരാശ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ അഭിവൃദ്ധി ഓർത്ത്, അല്ലെങ്കിൽ ഉന്നമനം ഓർത്ത് സന്താനങ്ങൾക്ക് ജീവിതമാർഗം ലഭിക്കുന്നതനുസരിച്ച് വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർക്ക് ഭാഗ്യം വരുന്നത് കണ്ടും, അല്ലെങ്കിൽ അവരുടെ മംഗളകർമ്മങ്ങളിലുമൊക്കെ പങ്കെടുക്കുവാൻ അവസരമുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ കായികമായ ജോലി ചെയ്യുന്നവർക്ക്, ഗൃഹജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ ആയുധം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് മുറിവും ചതവും ഒടിവുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൊരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം പ്രതീക്ഷയ്ക്ക് വിപരീതമായി ധാരാളം കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കുന്ന ദിവസമാണ്. നിരാശ കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഏഴരശനിയുടെ പോക്കാണല്ലോ, അതുകൊണ്ട് നിരാശ കൊണ്ട് വിഷമിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് പ്രതീക്ഷകൾ ധാരാളം ഉണ്ടാകുന്ന ദിവസമായിരിക്കും. സബലീകരിക്കും എന്ന് ഉറപ്പുവരുന്ന പ്രതീക്ഷകൾ ഉടലെടുക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും പുതിയ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെടുവാനും ഒക്കെ സാധ്യതയുണ്ട്. പുതിയ ദാമ്പത്യ ബന്ധത്തിന് ഉറപ്പ് വരുത്തുവാനും, അതേപോലെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമായിരിക്കും. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ നിയമം കയ്യിലെടുത്ത് ദുർവിനിയോഗം ചെയ്യുന്ന മൂലം ശിക്ഷ ലഭിക്കുവാനും സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. വാഹനം ഓടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക, അപകടത്തിന് സാധ്യത കൂടിയൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ പല അനുഭവങ്ങളും ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. ജോലിയിൽ വളരെയധികം ശ്രദ്ധിക്കുന്നവർക്ക്, വർക്കഹോളിക്കായിട്ടുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. എന്നാൽ ജോലിയിൽ അനാസ്ഥ കാണിക്കുന്നവർക്ക്, ഉദാസീനത കാണിക്കുന്നവർക്കൊക്കെ മേലധികാരികളിൽ നിന്ന് വാണിംഗ് ലഭിക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ചില ആപത്തുകൾ വരുന്ന കണ്ട് മനക്ലേശം ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. സ്വന്തമായി വാഹനം ഓടിക്കുന്നവർക്ക് വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിയമപരമായ ചില ഇടപെടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ പങ്കാളിയുമായി ചെറിയ കലഹത്തിന് സാധ്യതയുണ്ട്. ചെറിയ കലഹങ്ങൾ വലുതാകാതെ സൂക്ഷിക്കുക, കാരണം ജന്മശനിക്കാലമാണ്. മിക്കവാറും ഏഴരശനിക്കാലത്താണ് എല്ലാവരുടെയും ദാമ്പത്യത്തിൽ പ്രശ്നമുണ്ടാവുക, കൊണ്ട് ശ്രദ്ധിക്കുക. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസമായിരിക്കും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കൃഷി കൈകാര്യം ചെയ്യുന്നവർക്കും നല്ല അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധ വയ്ക്കുക.
ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു.